ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ തകർക്കാനുള്ളൊരു മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. കൃത്യം തർജ്ജമ ഇപ്പോൾ കിട്ടും. ഒരു എതിർ രാജ്യത്തിൻ്റെ, നമ്മുടെ അക്രമത്തിൽ വരുന്ന രാജ്യത്തിൻ്റെ എല്ലാവിധ കമ്മ്യൂണിക്കേഷനെയും നിശ്ചലമാക്കത്തക്കവണ്ണം ഏറ്റവും ശ്രദ്ധേയമായ നേട്ടമാണ് ഇപ്പോൾ കൈവരിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ എല്ലാ ശാസ്ത്രീയ നേട്ടവും എതിർ രാജ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. മിഷൻ ശക്തിയുടെ വിജയത്തോടുകൂടി ഇന്ത്യ ലോകത്തിലെ 4ാമത്തെ ഉപഗ്രഹ വേദ മിസൈൽ അത് സ്വായത്തമാക്കിയ, വിജയകരമായി നടപ്പാക്കിയ രാജ്യമായി മാറിയിരിക്കുകയാണ്. ഇനി ഇതെങ്ങനെയാണ് കേരളത്തെ ബാധിക്കാൻ പോകുന്നത് എന്നാണല്ലോ അറിയേണ്ടത്. BJP കേരള ഘടകം ഇതിനെ സ്വാഗതം ചെയ്യുന്നു. ഇത്തരം നേട്ടങ്ങളിലേക്കുള്ള കുതിച്ചുചാട്ടത്തോടെയാണ് നരേന്ദ്രമോദി ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ ബഹിരാകാശത്തെത്തി. അവിടെ നിന്നും മുന്നോട്ട് കുതിക്കാനാണ് പരിപാടിയെങ്കിൽ തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞ തവണത്തെ വാഹനങ്ങളൊന്നും മതിയാവില്ല. ഓർക്കുന്നില്ലേ കഴിഞ്ഞ തവണത്തെ സന്നാഹങ്ങൾ? 4 ഹെലികോപ്റ്റർ വന്നിരിക്കുകയാണ് തിരുവനന്തപുരത്ത്, വാടക ഹെലികോപ്റ്റർ. അതിലൊരു ഹെലികോപ്റ്ററുമായി സുരേഷ് ഗോപിയെ വിട്ടിരിക്കുകയാണ്. ഒരു MP സ്ഥാനവും കൊടുത്ത് സുരേഷ് ഗോപി ഒരു ഹെലികോപ്റ്ററുമായിട്ട് പറഞ്ഞു, പോയിക്കോ വോട്ട് പിടിച്ചോ എന്ന് പറഞ്ഞിട്ട്. മറ്റൊരു ഹെലികോപ്റ്ററുമായിട്ട് ഭീമൻ രഘു പുറപ്പെട്ടിരിക്കുകയാണ് പത്തനാപുരത്ത് വോട്ട് പിടിക്കാൻ. വേറൊരു ഹെലികോപ്റ്റർ വെള്ളാപ്പള്ളിക്ക് കൊടുത്തു. അദ്ദേഹം കഴിഞ്ഞ ദിവസം അതിൽ കയറി. വെള്ളാപ്പള്ളി പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഹെലികോപ്റ്റർ കയറുന്നത്, ഇവരുടെ കൂടെ കൂടി എനിക്ക് ഇതാണ് കിട്ടിയത്. മന്ത്രിസ്ഥാനം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. കിട്ടിയത് ഹെലികോപ്റ്ററാണ്. അതാണെങ്കിൽ അതിരിക്കട്ടെ എന്നാണിപ്പോൾ. ഇങ്ങനെ സർവ്വ BJPക്കാരും ആകാശത്താണിപ്പോൾ. ഇലക്ഷൻ കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകും, ആകാശത്ത് വോട്ടില്ല, നാട്ടിലാണ് വോട്ട്. ആ വോട്ടും കൊണ്ട് ഇടതുപക്ഷക്കാരും പോയി എന്ന് ഇലക്ഷൻ കഴിഞ്ഞാൽ ഈ BJPക്കാർക്ക് മനസ്സിലാക്കാൻ പോവുകയാണ്. അത് കറക്റ്റ്. ആകാശത്ത് വോട്ടില്ല എന്ന് BJPക്കാർക്ക് മനസ്സിലാവണമെങ്കിൽ ഇലക്ഷൻ കഴിയേണ്ടി വരും. എന്നാലും കഴിഞ്ഞ തവണ പറ്റിയൊരു അബദ്ധത്തിൻ്റെ പേരിൽ വെള്ളാപ്പള്ളിയെ ഇനിയും ഇങ്ങനെ കളിയാക്കരുത്. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ പബ്ലിക്കായിട്ടൊരു സമുദായ പ്രവർത്തകൻ എന്ന നിലയിൽ ഇറങ്ങി ഞാൻ നടന്നത് തെറ്റായിപ്പോയി എന്നും അത് ഞാൻ തിരുത്തുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. തെറ്റ് പറ്റാത്തവൻ ആരാണ്? പലരും തെറ്റിയാലും പിന്നെ അവർ ആ തെറ്റ് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് 4 കാലം നിൽക്കാനാണ് ശ്രമിക്കുന്നത്. എനിക്കിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്, ഞാനങ്ങനെ പോകാൻ പാടില്ലായിരുന്നു. BJPക്കാരുടെ വണ്ടിയിൽ കയറിയത് തെറ്റായിപ്പോയി എന്ന് SNDP ജനറൽ സെക്രട്ടറി സമ്മതിക്കുന്നു. കേരള സംസ്ഥാന BJP ഇതേക്കുറിച്ച് എന്ത് പറയുന്നു? അദ്ദേഹം ഒരു വലിയ സാമുദായിക പ്രസ്ഥാനത്തിൻ്റെ ആദരണീയനായ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് നേരിട്ട് പ്രവർത്തിക്കുന്നയാളല്ല. അതുകൊണ്ടൊരു സാമുദായിക പ്രസ്ഥാനത്തെ ഞാൻ മാനിക്കുന്നു, അതിൻ്റെ ജനറൽ സെക്രട്ടറിയെ മാനിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് പ്രതികരിക്കാൻ ഞാൻ ആളല്ല. ഇങ്ങനെ ഇതേ അളവിൽ എല്ലാവരെയും മാനിക്കാൻ ശീലിച്ചിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു.